സംഭവങ്ങൾ. അതായത് ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വീട്. ഇത് ഇവിടെയാണ് ഞങ്ങള് വന്ന് താമസിച്ച് 10-30 വർഷത്തോളം അപ്പനും അമ്മയൊക്കെ ആയിട്ട് വന്നത്. അപ്പൊ ഇവിടെ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര തുടങ്ങുന്നത്. അങ്ങനെയാണ് ഈ വീട് വെക്കുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ ഓരോ വണ്ടികൾ. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ വണ്ടി. അതിന് ശേഷമുള്ള വാഹനങ്ങളാണ് ഇത് ഓമിനി. അതിന് ശേഷം പിന്നെ ഇത് ഞങ്ങളുടെ വാഹന കളക്ഷനൊക്കെ. പിന്നെ ഇതിൻ്റെ അകത്തില്ലാത്ത വണ്ടികളൊക്കെ വേറെ കുറെ ഉണ്ട്. പിന്നെ ഇത് ഞങ്ങള് ആദ്യമായിട്ട് ഇവിടുന്ന് ലോക്ക്ഡൌൺ സമയത്ത് ആദ്യമായിട്ട് കർണാടക കഴിഞ്ഞ ഒരു സംസ്ഥാനം തുടങ്ങുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആ സമയത്ത്. പിന്നെ ഇതൊക്കെ അന്ന് റിവേഴ്സ് ഗിയറും സെക്കൻഡ് ഗിയറും ഒന്നും ഇല്ലാതെ ഞങ്ങള് മറ്റേ ഇവിടെ മണാലിന്ന് മറ്റേ പാസിന്റെ പേര് ഞാൻ മറന്നുപോയി. അത് തന്നെ ആ പാസ് പോയ സ്ഥലങ്ങളൊക്കെയാണ് അത്. പിന്നെ ഇതാണ് ആ വണ്ടി മഞ്ഞത്ത് കുളിച്ച് കിടക്കുന്നത്. ഇത് വൈപ്പറിലായിട്ട് ഞങ്ങൾ കയറ് കെട്ടി വൈപ്പറിലാണ്ട് കയറ് കെട്ടി അടിച്ച് അങ്ങനെ ഒക്കെ ഓടി വണ്ടി. ഇതിന് ബാലിയിൽ പോയത്. ഇത് പിന്നെ കംബോഡിയയിൽ ഒരു പള്ളിക്കുള്ളിൽ പോയപ്പോ എടുത്ത ഫോട്ടോയാണ്. അതൊരു പള്ളി, ബ്രിട്ടീഷുകാർ പോയപ്പോ ഉപേക്ഷിക്കപ്പെട്ട ഒരു പള്ളി. അതിന്റെ സംഭവങ്ങള്. പിന്നെ ഇത് ഞങ്ങൾ ആദ്യത്തെ ഫോട്ടോഷൂട്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുള്ളി ഫോട്ടോഷൂട്ട് നടത്തി ഞങ്ങൾ ചെയ്തിട്ടാണ്. പിന്നെ ഇതാണ് ആദ്യത്തെ യാത്രയിൽ കിടക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. ഇതൊന്നും ഞങ്ങൾ ചെയ്തതല്ല, എന്റെ ഭാര്യ അഭിരാമി ഇത് ചെയ്തിട്ടാണ്. ഞങ്ങൾക്ക് ഇതിനോടൊന്നും വലിയ ഇതില്ല. ഞങ്ങൾ പഠിച്ചോണ്ടിരിക്കും മര്യാദയ്ക്ക് ഒട്ടിക്കാൻ വേണ്ടി വാൾപേപ്പർ മേടിച്ച ഞങ്ങൾ തോന്നിയ പോലെ ഒട്ടിച്ചു. ഇതാണ് ഞങ്ങളുടെ കുട്ടി മൈക്കിൾ. ഇപ്പൊ ഉറങ്ങുവാണ്. എനിക്ക് വരുന്ന കൊണ്ടുവരാൻ ഭയങ്കര ഉറക്കമാണ്. ഞാൻ നേരത്തെ നോക്കിയായിരുന്നു. ഞാൻ വേറൊരു കാര്യം, ഇവിടെ ഇത്രയും വലിയ ജനാല ഇത് എന്നാ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എന്റെ കൂട്ടുകാരൻ കിച്ചു. അപ്പൊ അവന്റെ ഡിസൈനിലാണ് ഈ സംഭവം വന്നത്. ഇത് ഫുൾ ഈ വീടിന് മൊത്തം 8.5 ലക്ഷം രൂപയുടെ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ടഫൻ ഗ്ലാസ്. ഇത് മൊത്തം ടഫൻ ഗ്ലാസ്സാ. അപ്പൊ ഇതിന്റെ പ്രത്യേകം വെച്ചാൽ ഇവിടെ ഇരിക്കാൻ നേരത്തെ എന്ത് കിട്ടണം? ഇവിടുത്തെ ഫ്രണ്ടിലെ വ്യൂ കിട്ടണം. പിന്നെ അങ്ങനെയുള്ള സംഭവമൊക്കെ ആയിട്ട് അടുത്ത് വല്ല ക്യാമറയിൽ നിന്ന് അകന്നു പോകുമ്പോ അതായത് അങ്ങനെയുള്ള നമ്മളിപ്പോ ഇനിയിപ്പോ നേരെ മേലോട്ട് പോവാണ്. മേളില് ഞങ്ങളുടെ പ്രാന്ത് മൊത്തം ഉണ്ട്. വാ. അത് ഞാൻ പറഞ്ഞില്ല, മറ്റേ നമ്മുടെ റസാക്ക മൊത്തം പുള്ളിക്കാരന്റെ ഐഡിയ ഇത് മൊത്തം. നമ്മൾ ഇത് വരച്ചതും ഇത് പണിതും ആൾക്കാർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തു. ഓവർ ചോദിക്കില്ല, പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് ഇത്. ഇനി എന്റെ പുറകെ വരുന്ന ആരാന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. ഇതാണ് എന്റെ കൂട്ടുകാരൻ സെബിൻ. ഇനി ഞങ്ങളുടെ യാത്രയിൽ ഇവൻ കൂടുതലുണ്ടാവും. എന്റെ ബാല്യകാല സുഹൃത്താണ്. അവൻ വീട്ടിലായിരുന്നു. അല്ല അങ്ങനല്ലേ? ഞങ്ങള് സ്വന്തം പണിത് ഞങ്ങൾ തിയേറ്റർ കാണിച്ചു തരാം. ഇതാണ് ആക്ച്വലി ഭയങ്കര പൈസ കൂടിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ സംഭവമായിരുന്നു. പക്ഷെ ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു 1.25 ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ തീർത്തു.